പുയ പുയ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ചെറിയൊരു കഥയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസമായി എൻ്റെ മനസ്സിലിങ്ങനെ കിടന്ന് കളിക്കുന്നു. അപ്പോൾ അത് ഞാനൊരു കഥയുടെ രൂപത്തിലാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കിങ്ങിണിപ്പുഴ എന്നുള്ളൊരു പുഴയുണ്ട്. ആ പുഴയുടെ ഓരത്തുള്ള ഒരു ചെറു ഗ്രാമമാണ് പുത്തങ്കര ഗ്രാമം. അപ്പോൾ പുത്തങ്കര ഗ്രാമത്തിൽ ആണ് അപ്പുമാഷ് എന്ന് പറയുന്ന ഒരു വയോധികൻ ജീവിച്ചിരുന്നത്. ഒരു 75-76 വയസ്സുള്ള ഒരു വയോധികനാണ് അപ്പുമാഷ്. കാണാൻ വളരെ സൗമ്യനും വളരെ ശാന്തശീലനൊക്കെ ആയിട്ടുള്ള ഒരാളാണ് അപ്പുമാഷ്. ആ അപ്പുമാഷ് ദിവസവും വൈകുന്നേരം എല്ലാ വൈകുന്നേരങ്ങളിലും ഒരു ചിരാത് അല്ലെങ്കിൽ ഒരു ദിയ കൊണ്ടുവന്ന് ഈ പുഴയുടെ അരികത്ത് പുഴയുടെ തീരത്ത് കൊണ്ടുവന്ന് എല്ലാ വൈകുന്നേരവും കൊണ്ടുവന്ന് വയ്ക്കും. കത്തിച്ച് വെച്ച് ഒരു പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് അപ്പുമാഷ് തിരിച്ചു പോകാറ്. അപ്പോൾ ഇത് അവിടുത്തെ നാട്ടുകാർക്കും അടുത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഒരു സ്ഥിരം കാഴ്ചയായി ഈ ചിരാത് കത്തിക്കുന്ന അല്ലെങ്കിൽ ദിയ കത്തിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ആൾക്കാരൊന്നും അധികം ഇടപെടാനോ അതിൽ ചെയ്യാനോ നിന്നില്ല. പക്ഷെ ആൾക്കാർ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു, ഈ മാഷ് എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ഇത് കത്തിക്കുന്നത്. പക്ഷെ ആരും ഒന്നും പോയി ചോദിക്കാനോ അതിൻ്റെ അടുത്തേക്ക് പോകാനോ ആളുടെ അടുത്തേക്ക് പോകാനോ ആരും ഒന്നും തയ്യാറായില്ല. അപ്പോൾ ഒരു ദിവസം ഒരു കൊച്ചുമിടുക്കൻ, കണ്ണൻ എന്ന് പറയുന്നൊരു 10 വയസ്സുള്ള ഒരു കൊച്ചുമിടുക്കൻ ഇത് കണ്ടു, ഈ അപ്പുമാഷ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ കണ്ണന് ചെറിയൊരു ക്യൂരിയോസിറ്റി വന്നിട്ട് കണ്ണൻ അത് പോയി അപ്പുമാഷിനോട് പോയി ചോദിച്ചു, അപ്പുമാഷ് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ചിരാത് ഇവിടെ കത്തിച്ച് വെക്കുന്നത്. അപ്പോൾ അപ്പുമാഷ് ഒരു ചെറുകഥ ജസ്റ്റ് ഒന്ന് വിഷമിച്ചിട്ട് ഒരു ചെറുകഥ പറഞ്ഞു തുടങ്ങി. അപ്പുമാഷിൻ്റെ ഒരു കഥ പറഞ്ഞു തുടങ്ങി. എനിക്കും കുറച്ച് നാളുകൾക്ക് പണ്ട് നിന്നെപ്പോലെ ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ എന്ത് ചെയ്ത്, ആ മകൻ ഒരു ദിവസം ഈ പുഴയിൽ ഇറങ്ങിയിട്ട് പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. ആ ഒരു ഒഴുക്കിൽപ്പെട്ട് അവനങ്ങ് പോയി. അപ്പോൾ ആ സംഭവത്തിന് ശേഷം ഞാനിവിടെ എല്ലാ ദിവസവും വന്ന് ഈ വൈകുന്നേരം വന്ന് ഒരു ചിരാതും കത്തിച്ച് ഒരു പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ മടങ്ങിപ്പോറ്. ഒരിക്കലും ആ പതിവ് ഞാൻ തെറ്റിച്ചിട്ടില്ല, ആ പതിവിട്ട് തെറ്റിക്കില്ല. അപ്പോൾ ഈ കഥകളൊക്കെ കേട്ട് ഇതൊക്കെ കേട്ട് അതുപോലെ അപ്പുവിനെ പറ്റി അപ്പുമാഷിൻ്റെ മകനെ പറ്റി ഇവനോട് കുറേ വാദോരം സംസാരിച്ചു. അവർ ഭയങ്കര കൂട്ടായി, അവർ ചങ്ങാതികളായി. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഈ അപ്പുമാഷ് ചിരാത് കത്തിക്കാൻ വരുമ്പോൾ ഈ കണ്ണൻ കൂടെ വരും. അപ്പോൾ അപ്പുമാഷിൻ്റെ മനസ്സിലെ പ്രാർത്ഥനയായിരിക്കും ഈ ചിരാത് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കണ്ണൻ വന്ന് കത്തിക്കുമ്പോൾ അതിന് കണ്ണൻ്റെ ഒരു പ്രത്യാശയുമുണ്ട്. അപ്പോൾ ആ രണ്ട് പേരും ആ രണ്ട് ഉദ്ദേശത്തോടുകൂടെ കത്തിക്കുന്ന ആ ചിരാത് അങ്ങനെ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും കത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് കണ്ട് അവിടുത്തെ നാട്ടുകാർ പുത്തങ്കര ഗ്രാമത്തിലെ ദിയ കത്തിക്കുന്നവർ ആയതുകൊണ്ട് ആ പുഴയ്ക്ക് പുയ എന്ന്, പുത്തങ്കരയുടെ പകുതിയും ദിയയുടെ എടുത്ത് പുയ എന്ന് പേരിട്ടു. അപ്പോൾ അതാണ് ഇന്നത്തെ ചെറുകഥ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ കഥകളായിട്ട് വരാം. അപ്പോൾ ഇത് മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതെല്ലാം ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത കഥയിൽ എന്തായാലും കാണാം, അടുത്തൊരു കണ്ടൻ്റായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ടൈം അഹെഡ്.